അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, ഒരുപാട് പേര് കമന്റിൽ ഒരുപാട് വിഷയങ്ങൾ ദുആയിൽ ഓർക്കണം ചേർക്കണം എന്ന് പറഞ്ഞു. പോരിശയാക്കപ്പെട്ട രാവുകളിൽ ഞങ്ങളെ പ്രത്യേകം പരിഗണിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന ഈ ചാനലിൽ ആരൊക്കെ പങ്കാളിയായിട്ടുണ്ടോ അവർക്കൊക്കെ പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാ ബറക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പോരിശയാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ അതിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് അല്ലെങ്കിൽ നിമിഷങ്ങളിലേക്ക് ചേരുകയാണ്. പരിശുദ്ധ റമളാൻ, അള്ളാഹുവിൻ്റെ വിരുന്നുകാരൻ, പോരിശകളുടെ പേമാരി വർഷം നമ്മുടെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്. കയ്യെത്തും ദൂരത്താണ് പരിശുദ്ധ റമളാൻ. ഈ സന്ദർഭത്തിൽ റമളാനിൻ്റെ മുന്നൊരുക്കം നമ്മൾ യഥാർത്ഥത്തിൽ വളരെ ആക്റ്റീവായി നടത്തുകയും അതിനാഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇക്കൊല്ലത്തെ റമളാൻ 2026 റമളാൻ നമുക്ക് കിട്ടണം എന്ന മോഹമുള്ള മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ടവരെ, അത് സ്വായത്തമാക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് അത് ഓതി പൂർത്തീകരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇക്കൊല്ലത്തെ റമളാൻ നമുക്ക് കിട്ടും. പരിശുദ്ധമായ തറാവീഹ് കിട്ടും. നോമ്പിൻ്റെ പ്രതിഫലം ഒന്നും കുറയാതെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരുന്ന വഴി കാണില്ല ഈ പരിശുദ്ധമായ ആയത്ത് പാരായണം ചെയ്താൽ. ഈ ആയത്തിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വർഗത്തിനേക്കാൾ പുണ്യമുള്ള ആയത്താണ് എന്നാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അലി റളിയല്ലാഹു തആല എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അലിയാരി തങ്ങളെ, അങ്ങയുടെ മക്കൾക്കും കുടുംബത്തിനും, കുടുംബം എന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോളാണ് ഫാത്തിമത്തു സഹ്റ ബത്തുൽ റളിയല്ലാഹു തആല അടക്കമുള്ള അങ്ങയ്ക്കും അങ്ങയുടെ കുടുംബത്തിനും മക്കൾക്കും പരിശുദ്ധമായി ആയത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ആയത്തിന്റെ പ്രത്യേകത സ്വർഗത്തിനേക്കാൾ പുണ്യമാണ് ഈ ആയത്ത് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗത്തിനേക്കാൾ പുണ്യം കിട്ടുന്ന ആയത്താണ് ഏതായത്ത്? ഈ പരിശുദ്ധമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആയത്ത്. ഈ ആയത്ത് ഈ ശഅബാനിന്റെ അവസാനത്തെ മുഹൂർത്തത്തിൽ ആത്മാർത്ഥമായി നമ്മൾ ഓതിയിട്ട്, അല്ലാഹുവേ, റജബിന്റെയും ശഅബാനിന്റെയും ബറക്കത്ത് എനിക്ക് വേണം, പരിശുദ്ധ റമളാനിലേക്ക് ആഫിയത്തോടെ, കയ്യെത്തും ദൂരത്താണെങ്കിലും അള്ളാഹു കൊണ്ടുപോയി ആക്കാതെ ആ വലിയ അവസരം നമുക്ക് സൗഭാഗ്യം തരാതെ എത്താൻ പറ്റൂലല്ലോ. അപ്പൊ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രിയപ്പെട്ടവർ ഈ ആയത്ത് ഓതി ദുആ ചെയ്യാം. ഈ പരിശുദ്ധമായ ശഅബാനിന്റെ അവസാനത്തെ ഒരുക്കത്തിൽ നമുക്ക് ശഅബാൻ തുടക്കം മുതലേ പലപ്പോഴും കൃത്യമായിട്ട് അമൽ ചെയ്യാൻ പറ്റിയില്ല, പല കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല, നോമ്പ് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല, പല നന്മകളും നമ്മുടെ ഇത് മിസ്സായിപ്പോയി. അതൊന്നും നഷ്ടപ്പെടാത്ത തരത്തിൽ ലാഭകരമായി എടുക്കാൻ ശഅബാൻ എന്ന് പറഞ്ഞാൽ കലുബ്സി സിയാബി എന്നാണ്. ഇസ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് റമളാനിന് ഒരുക്കം നടത്തുന്നവർക്ക് ശഅബാൻ എന്ന് പറഞ്ഞാൽ. വസ്ത്രമില്ലാതെ ഒരാൾ നഗ്നനായി നിസ്കരിച്ച് എങ്ങനെ ഉണ്ടാകും? അതാണ് ശഅബാൻ കൃത്യമാകാത്തവർക്ക് റമളാൻ കിട്ടിയാൽ. അപ്പൊ എന്താ റമളാനിന്റെ മുന്നൊരുക്കം? ഒറ്റ വാക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കടമെടുത്ത് തഹീറു അൻഫുസക്കും, നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ ശുദ്ധീകരിക്കണം, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കഴുകി വൃത്തിയാക്കണം. നമ്മൾ ബറാഅത്തുലാവുമായി ബന്ധപ്പെട്ട് വീടും നമ്മുടെ പിന്നെ എല്ലാ ഐറ്റംസുകളും നമ്മൾ ഭംഗിയാക്കി വെച്ചു. റൂമൊക്കെ നമ്മൾ ഭംഗിയാക്കി, നമ്മുടെ മെറ്റീരിയലൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെച്ചു. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തഹീറു അൻഫുസക്കും, മനസ്സിനെ നന്നാക്കി വെക്കണം എന്നാണ്. അതായത് ഒരാളോടും ദേഷ്യമില്ല, ഒരാളോടും പകയില്ല. ഷഹറുൽ ഇർലാ, പൊരുത്തപ്പെടിക്കേണ്ട മാസമാണെന്ന് ഉലമാ പറയുന്നില്ലേ ശഅബാൻ എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ റമളാനിന്റെ അടക്കം അമൽ അല്ലാഹു കബൂലാക്കണമെങ്കിൽ ഇക്കൊല്ലത്തെ റമളാനും തറാവീഹും നോമ്പും നോമ്പ് തുറപ്പിക്കലും ഖുർആനോത്തും എല്ലാം സ്വീകരിക്കണമെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ? ഈ ശഅബാനിൽ മനസ്സ് കഴുകലാണ്. ഇനിയും മനസ്സ് കഴുകാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സ് കഴുകാൻ, ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം ഇതാ. തറാവീഹ് നിസ്കാരത്തിനേക്കാൾ, തഹജ്ജുദ് നിസ്കാരത്തിനേക്കാൾ, പിന്നെ സുന്നത്തായ ഡെയിലി നോമ്പ് പിടിക്കുന്നതിനേക്കാൾ പുണ്യമായ ഒരു കർമ്മം. അലാ അദുല്ലുക്കും ബി അഫ്ളലി മിനസ് സ്വലാത്തി വസ്സദഖതി വസ്സിയാം. ഹദീസിൽ കാണാലോ. ഈ പറയുന്ന നിസ്കാരം, തഹജ്ജുദ് നിസ്കാരവും തറാവീഹ് നിസ്കാരവും, അതിനേക്കാൾ പുണ്യമായൊരു കർമ്മം ഞാൻ പറയട്ടെ. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് എന്താ? 1000 വട്ടം ഖത്ം ഓതാനല്ല, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, മനസ്സ് തമ്മിൽ അകന്നിരിക്കുന്ന രണ്ടുപേരും, അത് കൂട്ടുകാരാകാം, കുടുംബക്കാരാകാം, ഫാമിലി ആകാം, അയൽവക്കമാകാം, അകന്നു നിൽക്കുകയാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ഇഷ്യൂസ് ഉണ്ടായേക്കാം, പക്ഷെ മനസ്സ് തമ്മിൽ ചേർന്നിട്ടില്ല, അകൽച്ചയാണ്. കണ്ടാൽ മിണ്ടൂല, സലാം അറിയില്ല, ഫോൺ വിളിച്ചെടുക്കില്ല, നേരെ നോക്കൂല, അങ്ങനെ അകന്നു നിൽക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും ചേർക്കുക, രണ്ടുപേരെയും ഒന്ന് കണക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന തറാവീഹിനേക്കാൾ പുണ്യമാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അവിടെ നടക്കുന്നത്? എന്താ ഇപ്പം നടന്നത്? രണ്ടുപേരെ ചേർക്കുമ്പോൾ രണ്ടുപേരുടെയും മനസ്സിൻ്റെ പിന്നെ ആ അഴുക്കിനെ നീക്കം ചെയ്തു എന്നാണ്.
മനസ്സിനെ ശുദ്ധീകരിച്ചു, മനസ്സ് ഒരാളോട് ദേഷ്യമില്ലാത്ത. അപ്പം ഞാൻ പറയാം, ഒരു മുടക്കില്ലാതെ നമ്മൾ മനോഹരമായിട്ട് ഇരുന്ന് ഇരിപ്പിൽ തന്നെ നമുക്കിങ്ങനെ ഒരുപാട് പേരോട് ദേഷ്യമുണ്ട്, ഒരുപാട് പേരുടെ കൊല്ലാനുള്ള കലിയുണ്ട്. നമ്മൾ പറയില്ലേ, അവനെ വെറുതെ വിടൂല്ല, ഞാൻ മരിച്ചാലും പൊരുത്തപ്പെട്ടു കൊടുക്കില്ല എന്നൊക്കെ പറയില്ലേ. അതൊന്നും ഇനി വേണ്ട, അതൊക്കെ നമുക്ക് തന്നെ പണിയാവും. ഞാൻ അള്ളാഹുവിൻ്റെ ആഫിയത്ത്, അള്ളാഹുവിൻ്റെ മാപ്പ് നമുക്ക് കിട്ടണ്ടേ? ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾക്ക് മാപ്പ് കിട്ടണ്ടേ? പിന്നെയാണോ നിസ്സാര കേസിന് വേണ്ടി നമ്മൾ മറ്റേയാൾക്ക് പുറത്തു കൊടുക്കാത്തത്? പുറത്തു കൊടുക്കണം. അള്ളാഹുവേ, ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുത്തു, പല കാര്യങ്ങളും ദേഷ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം എൻ്റെ മനസ്സ് ഫ്രീയാ, ഒരാളോട്ടും ഒരു ദേഷ്യമില്ല, വൈരാഗ്യമില്ല, എൻ്റെ മനസ്സ് ഫ്രീയാണ്. ഇതാണ് ത്വഹീറു അൻഫുസക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് കൽബ് നന്നായി. അത് ഒന്നാമത്തെ പണിയാണ്. പിന്നെയാണ് വഹ്സിനു നിയ്യത്തക്കും, നീയത്ത് നന്നാക്കണം. ഇക്കൊല്ലത്തെ റമദാൻ്റെ എല്ലാ കൂലിയും വേണം നിങ്ങൾക്ക് മോഹമുണ്ടോ? ഒറ്റ വാക്ക് പറയട്ടെ. എന്താ വാക്ക്? അള്ളാഹുവേ പടച്ചവനെ, എനിക്ക് ഈ പരിശുദ്ധമായ റമദാനിൻ്റെ എല്ലാ നോമ്പും അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ കബൂലിയത്തുള്ള സ്വീകാര്യമായ നിലക്ക്, ചുമ്മാ പട്ടിണി എടുക്കാനല്ല, അതെല്ലാവരും കിടക്കുന്നുണ്ട്, എല്ലാവരും കിടക്കും. സ്വീകാര്യമായ നിലക്ക് എനിക്ക് അള്ളാഹുവെ നോമ്പ്, റമദാൻ്റെ 30 നോമ്പും പിടിക്കണം എന്നൊരു സഹോദരി ആഗ്രഹിച്ചാൽ, അള്ളാഹു എനിക്ക് ഒറ്റ തറാവിയും ഒരു റക്അത്ത് പോലും മുടങ്ങാതെ നിസ്കരിക്കണം എന്ന് ഇപ്പോൾ നിയ്യത്ത് ചെയ്താൽ അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അങ്ങനെ നിയ്യത്ത് ചെയ്താൽ ഇപ്പം തന്നെ 30 നോമ്പിന്റെ പ്രതിഫലം നമ്മുടെ വലത്തെ തോളിൽ അള്ളാഹു റെക്കോർഡ് ചെയ്യും. ആലോചിച്ചോക്കെ, നോമ്പ് പിടിച്ചിട്ടില്ല, റമദാന്റെ പിറ കണ്ടിട്ടില്ല, തറാവി നിസ്കരിച്ചിട്ടില്ല, പക്ഷെ എല്ലാറ്റിന്റെയും കൂലി അള്ളാഹു രേഖപ്പെടുത്തും. എന്തുകൊണ്ടാ? നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലി, അമൽ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഖൈറാണ് നിയ്യത്തെന്ന എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്തിട്ട് അമൽ ചെയ്യേണ്ടെന്നല്ല, നമ്മൾ അമൽ ചെയ്യാനുള്ള കൊതി. റമദാനിൽ നോമ്പ് തുറക്കാനും തുറപ്പിക്കാനും ഖുർആൻ ഓതാനും തറാവി നിസ്കരിക്കാനും സ്വതക്ക കൊടുക്കാനും നന്മകൾ എൻഗേജഡ് ആകാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ആ നിയ്യത്ത് അതിന് വല്ലാത്ത കൂലിയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ രോഗമായിട്ടോ മറ്റു തിരക്കുകളിൽ പെട്ടുകൊണ്ട് ഒരു ദിവസത്തെ തറാവീഹ് ബൈ ചാൻസ് പോകാൻ പാടില്ല, പോയാലും അള്ളാഹു ആ തറാവിൻ്റെ കൂലി നൽകും. നഷ്ടപ്പെട്ട നമുക്ക് കള്ളാൻ വീട്ടാം, അത് വേറെ കാര്യം. ഏതായിരുന്നാലും നമ്മുടെ നിയ്യത്ത് പോലെ നോമ്പ് 30, അതായത് റമദാൻ ഫുൾ ടൈം വർക്കൗട്ട് ചെയ്ത കൂലി ഈ നിയ്യത്ത് കൊണ്ട് കിട്ടും. അഹ്സിനു നിയ്യത്തക്കും, നിയ്യത്ത് നന്നാക്കണമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ? തീർച്ചയായിട്ടും നമുക്ക് റമദാനിൻ്റെ ഫുൾ അമലിൻ്റെ കൂലി നമ്മുടെ അക്കൗണ്ടിൽ കയറണം. അതിനെന്താ? നിയ്യത്ത് നന്നാക്കണം. അള്ളാഹു എനിക്ക് എല്ലാം നോമ്പ് കൊടുക്കണം. സഹോദരിമാരും കരുതണം, അള്ളാഹു എനിക്ക് എല്ലാം നോമ്പ് കൊടുക്കണം, എനിക്ക് ഖുർആൻ ഓതണം, എനിക്ക് തറാവി നിസ്കരിക്കണം. അവർക്ക് പീരീഡ്സിൻ്റെ സമയമാകുമ്പോൾ ചില നോമ്പുകളൊക്കെ പോകുമല്ലോ, പക്ഷേ ആ കൂലിയിൽ നമ്മൾ കുറവാകില്ല, ഇതൊക്കെ കയറി വരും. അത് ഈ ലാസ്റ്റ് മൂമെന്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സഹായം നമുക്ക് ഇറക്കി നൽകാൻ കാരണമാകുന്ന സ്വർഗത്തിനേക്കാൾ പുണ്യമായ സൂറത്ത്, ആ പുണ്യമായ ആയത്ത്, സൂറത്തല്ല ആയത്ത്, ആ ആയത്ത് നമ്മൾ പാരായണം ചെയ്താൽ, എലിയാർ തങ്ങളോട് പറഞ്ഞതുപോലെ മക്കളോടും കുടുംബത്തിനോടും അയൽവക്കത്തിനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈ ആയത്തോതാൻ. അങ്ങനെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് വലിയ ഇജാബത്താ. ദുആക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്തല്ലേ? ആയത്തൊന്ന് പരിചയപ്പെടണ്ടേ? ഏതായത്ത്? പരിശുദ്ധമായ ആയത്തുൽ കുർസിയാണ്. മനോഹരമായ സ്വർഗത്തിനേക്കാൾ പുണ്യമാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആത്മാർത്ഥമായി ഒരു തവണ നമ്മൾ ഓതിയിട്ട് അൽഹംദുലില്ലാ വുളൂഓടുകൂടെ പാരായണം ചെയ്ത് വൃത്തിയായി നമ്മൾ ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. റജബിലും ശഅബാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ദുആഇന്റെ ലാസ്റ്റ് മൂമെന്റിലൂടെ നമ്മൾ കറങ്ങാൻ പോകുന്നത്. ഇനി അടുത്ത കൊല്ലം റജബിൽ ആരൊക്കെയാണ് ദുആ ചെയ്യാൻ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവുക, ആരൊക്കെയാണ് ഖബറിൽ അറിഞ്ഞൂടാ. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ അള്ളാഹുവിൻ്റെ ത്വഅത്തിൽ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഓർത്തു വെച്ചോളൂ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നല്ല കരുതൽ, നല്ല നിയ്യത്ത്, റമദാൻ്റെ എല്ലാ കർമ്മം ചെയ്യാനുള്ള നിയ്യത്ത് വേണം. അതോടൊപ്പം ആയത്തുൽ കുർസി ഒരു വട്ടം ഓതിയിട്ട് നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കണം. അള്ളാഹുവിൻ്റെ മനസ്സ് നന്നാക്കണം. ഒരാളോട് ദേഷ്യമില്ലാത്ത മനസ്സ് വേണം. ഇതൊക്കെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം സൗഭാഗ്യവും തൗഫീഖും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു. എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന കമൻറ്റ്, ഞാൻ പറയാം, കേൾക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഒരു വാക്കെങ്കിലും നിങ്ങൾ പറയണം. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. എന്തിനാ? ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്താൻ വേണ്ടിയാണ്. ഓർക്കണം, നമ്മുടെ ഈ ചാനൽ സ്നേഹിച്ച് നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് നാടുകളിൽ. ദുആ ചെയ്യാൻ പല കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹം നൽകട്ടെ. ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഇത്തരം അപ്ഡേറ്റഡ് ആയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയാൻ, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാ ഹൈറും ബർക്കത്തും നൽകട്ടെ. റജബും ശഅബാനും ബർക്കത്ത്, റമളാനിലേക്ക് ആഫിയത്തോടെ സലാമത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇനി നമുക്ക് തറാവീഹിനെ കുറിച്ച്, നോമ്പ് തുറക്കുന്നതിനെ കുറിച്ച്, നോമ്പ് തുറയെക്കുറിച്ച്, നോമ്പിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച്, ഖത്ം ഓതുന്നതിനെ കുറിച്ച് എല്ലാം പറയാണ്ട് അള്ളാഹു ഈ പരിശുദ്ധമായ റമളാനിൽ ആദ്യ രാവിൽ പ്രത്യേകം പാരായണം ചെയ്യേണ്ട സൂറത്തിനെ കുറിച്ചൊക്കെ എൻ്റെ റബ്ബേ, പെരുന്നാളിന് സമാനമാണ് സന്തോഷം. അതിനെക്കുറിച്ചൊക്കെ പറയാൻ അടുത്ത ക്ലാസ് പ്രതീക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.